അപകട സ്ഥലത്ത് നിന്ന് ഫൈസൽ നെടുമ്പാല കൂടി ചേരുന്നു. ഫൈസൽ, എങ്ങനെ ഇപ്പോൾ തെരച്ചിൽ പുരോഗമിച്ചു വരുന്നത്? ദിവ്യ, ഇപ്പോൾ ഇന്നത്തെ തിരച്ചിൽ രണ്ടാം ദിവസം 3 മണി പിന്നിടുമ്പോൾ ഇപ്പോഴും മണ്ണിനിടയിൽ തന്നെയാണ് 5 പേർ എന്നുള്ളതാണ് നമുക്ക് ഏറ്റവും ദൗർഭാഗ്യകരമായിട്ടുള്ള ഒരു കാര്യം. തിരച്ചിൽ ഈ ആളുകളെ കണ്ടെത്തുന്നതിന് വേണ്ടിയിട്ട് തിരച്ചിലൊക്കെ വളരെ നേരത്തെ ഉള്ളതുപോലെ തന്നെ ഊർജിതമായിക്കൊണ്ട് തന്നെ തുടരുന്നുണ്ട്. എല്ലാ ഭാഗത്തും JCBയും ഹിറ്റാച്ചിയും ഒക്കെ ഉൾപ്പെടെ വെച്ചുകൊണ്ടുള്ള ഒരു തിരച്ചിൽ തന്നെയാണ് നടക്കുന്നത്. മറ്റ് 4 സോണുകളായി തിരിഞ്ഞുകൊണ്ട് ആളുകളെ തിരിഞ്ഞുകൊണ്ടായിരുന്നു ഇപ്പോൾ മുൻ മന്ത്രി മുഹമ്മദ് റിയാസ് ക്യാമ്പ് സന്ദർശിച്ച ശേഷം സംസാരിക്കുകയാണ്. അതെ, എല്ലാവരോടും സംസാരിച്ചു, അവരോട് കാര്യങ്ങളൊക്കെ സംസാരിച്ചിട്ടുണ്ട്. ചില വിഷയങ്ങൾ അവർ ശ്രദ്ധപ്പെടുത്തിയിട്ടുണ്ട്. ആ വിഷയങ്ങൾ സർക്കാരിൻ്റെ ശ്രദ്ധപ്പെടുത്തും. ഒരു പ്രയാസമില്ലാത്ത നിലയിൽ എല്ലാവരും ചേർന്ന് നിന്നുകൊണ്ട് മുന്നോട്ട് പോകാനുള്ള ശ്രമമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. കലക്ടറോട് നമുക്കൊന്ന് സംസാരിക്കാം. കലക്ടറോടും മറ്റു ഉത്തരവാദിത്തപ്പെട്ടവരോടും സംസാരിക്കാം. അതുപോലെ ചില വിഷയങ്ങൾ അവർ ശ്രദ്ധപ്പെടുത്തിയിട്ടുണ്ട്. ഇപ്പോൾ ഞാനിപ്പോൾ ഇത് പരസ്യമായിട്ട് ഇവിടെ പറയുന്നില്ല. ആ ശ്രദ്ധപ്പെടുത്തിയ വിഷയം സർക്കാരിൻ്റെയും മന്ത്രിമാരുടെയും ശ്രദ്ധയിൽപ്പെടുത്തി അതിന് പരിഹാരം കാണാൻ ഇടപെടും. അതെ, അതിൻ്റെ കാര്യങ്ങളൊക്കെ ഇപ്പോൾ കലക്ടറേറ്റ് സംസാരിക്കുന്നുണ്ട്. കലക്ടറേറ്റ് സംസാരിച്ച് എന്തൊക്കെയാണോ ചെയ്യുന്നതെന്നുള്ള പൊതുവെ മനസ്സിലാക്കി പോകും.